ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വ്യൂസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് കുവൈത്തിൽ ആദ്യമായിട്ട് കൊറോണ 3 കേസ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 5 മാസം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഈദിൻ്റെ ഹോളിഡേയ്സാണ്. ആദ്യമായി 5 മാസങ്ങൾക്ക് ശേഷം മക്കളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് നേരെ ഷേഖ് ജാബർ ബ്രിഡ്ജിലേക്കാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കോസ്വേ എന്നാണ് റെക്കോർഡിലുള്ളത്. 48 കിലോമീറ്ററാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അതിൽ 36 കിലോമീറ്റർ കടലിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് പാലം പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് ആ കാഴ്ചകൾ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പാലത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് ഷുവൈക്ക് പോർട്ടാണ്. കുറേ അധികം ക്രെയിനുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2013 നവംബർ 3-നാണ് ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. $3.6 ബില്യൺ ചെലവഴിച്ച് പണിത ഈ പാലം 2019 മെയ് 1-ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഏതാണ്ട് 18 കിലോമീറ്ററോളം ദൂരം ഈ പാലത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഡിസൈൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 151 മീറ്റർ ഉയരമുള്ള പായ്ക്കപ്പലിൻ്റെ രൂപത്തിലുള്ള പൈലോൺ രൂപകൽപ്പന കുവൈത്തിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള പായ്ക്കപ്പലുകളെ സൂചിപ്പിക്കുന്നതാണ്. ഈ വളഞ്ഞു കാണുന്ന ഉരുക്ക് ഗർഡറുകൾ പഴയ പായ്ക്കപ്പലുകളുടെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രധാന സ്പാനിൻ്റെ വശങ്ങളിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റേ കേബിളിൽ 72 ഉയർന്ന കരുത്തുള്ള 7 വയർ സരണികൾ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് റോഡിൻ്റെ അവസാനമാണ്. ഈ റോഡ് ഇവിടം കൊണ്ട് തീരുകയാണ്. ഇപ്പോൾ പണിതിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇവിടം വരെ 46 കിലോമീറ്റർ കൺസ്ട്രക്ഷൻ പണിത് നിർത്തിയിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നത് മരുഭൂമിയാണ്. ഇവിടെ കുറേ ഗ്രോസറികളുണ്ട്. അതായത് നമ്മുടെ പിക്കപ്പിലൊക്കെ വന്നിട്ട് ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിനി തിരിച്ചു പോവുകയാണ്. അങ്ങനെ മൊത്തം 46 കിലോമീറ്റർ ഇപ്പോൾ നമ്മളിവിടെ ഇതുവരെ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ മരുഭൂമിയാണ്, മണൽക്കാടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ പുതിയ ഒരു ദോഹ പോർട്ടിലേക്കുള്ള പുതിയ ബ്രിഡ്ജും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ബ്രിഡ്ജുകളുമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വലിയൊരു ബ്രിഡ്ജ് അവിടെ പണിതിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറിയയിലെ പ്രശസ്തരായ ഹ്യുണ്ടായി എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ഇത് പണി തീർത്തിട്ടുള്ളത്. ഷുവൈഖ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നമ്മളിപ്പോൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാഫിക്കൊക്കെയുള്ള ആ സ്ഥലം.
ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം അശോക് ലേലൻ്റെ ഒരു ബസ് പോകുന്നത് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കുവൈറ്റിലെ ഏറ്റവും വലിയ മാളായ അവന്യൂസ് മാളാണ്. ഇതിൻ്റെ സൈസ് ഏകദേശം 1.2 മില്യൺ സ്ക്വയർ മീറ്ററിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അവന്യൂസ് മാളിലെ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കൗതുകകരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയായി വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.